കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുതരാണ്. അതായത് എക്സാം അടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. രാവിലെയും രാത്രിയും എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 4 ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഇട്ട് തരുന്നു. ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും നിങ്ങളുടെ മനസ്സിലില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കും. ഞാൻ കാണാൻ പറയുന്നില്ല, പക്ഷെ അവസാനം വരെ നിങ്ങൾ കണ്ടിരിക്കും. കാരണം ഞാനും ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാനും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും എൻ്റെ മനസ്സിലേക്കുണ്ടായ ചോദ്യമാണ്, തോന്നലുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1, എന്ന് തുടങ്ങണമെന്നറിയില്ല. നാളെ തുടങ്ങാം, തിങ്കളാഴ്ച തുടങ്ങാം, ഓക്കെ സെറ്റായിട്ട് തിങ്കളാഴ്ച രാവിലെ മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കും. 2ാമത്തെ ക്വസ്റ്റ്യൻ, തിങ്കളാഴ്ചയായി, നിങ്ങൾ വിചാരിച്ച ഡേറ്റായി, എപ്പോൾ തുടങ്ങണം? രാത്രിയാണോ നല്ലത് പഠിക്കാൻ, അതോ പുലർച്ചെ എണീറ്റ് പഠിച്ചാൽ മതി? എല്ലാവരും പറയുന്നത് കേൾക്കാം, പുലർച്ചെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ടയിൽ കയറുമെന്ന്. ശരിയായിരിക്കാം, പക്ഷെ നിങ്ങൾ വിചാരിച്ചോ എപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിക്കോ. അല്ലാതെ അങ്ങനെ ഒരു സമയമില്ല. നാളെ രാവിലെയാവട്ടെ, അല്ലെങ്കിൽ നാളെ പുലർച്ചെയാവട്ടെ. രാവിലെയാവുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഇന്ന് രാത്രിയാവുമ്പോൾ വിചാരിക്കും നാളെ രാവിലെ എന്തായാലും പഠിക്കും. രാവിലെയാവുമ്പോൾ ഉച്ചയാവട്ടെ, ഉച്ചക്കൊന്ന് മയങ്ങാൻ തോന്നും ചോറ് തിന്നിട്ട്, എന്നിട്ട് വിചാരിക്കും ഇന്ന് രാത്രി പഠിക്കും. അതുകൊണ്ട് മക്കളെ, എപ്പോൾ തുടങ്ങുന്നതിന് കൃത്യമായിട്ട് ഒരു സമയം പടച്ചോനോ ദൈവമോ, ഏത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ദൈവം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സയന്റിഫിക്കലി തെളിയിച്ചിട്ടില്ല ഈ സമയത്ത് നിങ്ങൾ പഠിച്ചോളിന്ന് ഒരു പുസ്തകത്തിലും ഒരു വേദഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. പിന്നെ രാവിലെ പഠിക്കുന്നത്, രാവിലെ ഒന്നും കൂടി മൈൻഡ് എന്തായിരിക്കും, നമ്മുടെ ഓക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നത്, എക്സാം അടുക്കുമ്പോൾ ഇന്നൊരു സമയമൊന്നുമില്ല. ഇപ്പൊ തുടങ്ങിക്കോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 3. പിടിച്ചോ, ഇനി പഠിച്ചാൽ വിചാരിച്ച മാർക്ക് കിട്ടുമോന്ന്. ഇതും വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഇരുത്തണ്ടാവുള്ളൂ. എക്സാം നാളെ എന്ന് പറഞ്ഞു വരും. ഇനി പഠിച്ചാൽ സാറേ വിചാരിച്ച മാർക്ക് കിട്ടുമെന്ന് ചോദിക്കും. അങ്ങനെ വിചാരിച്ചിരിക്കലല്ല, പഠിച്ചു തുടങ്ങണം. അല്ലാതെ പഠിച്ചാൽ എന്ന് പറഞ്ഞിട്ട് പഠിക്കാതെ ഇനി വിചാരിച്ച മാർക്ക് കിട്ടൂല. നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ഇനി വിചാരിച്ചാൽ പഠിച്ച മാർക്ക് അല്ലെങ്കിൽ വിചാരിച്ച മാർക്ക് കിട്ടുമെന്നല്ല. ഇനി പഠിക്ക് നിങ്ങൾ. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. സാറേ തുടക്കം മുതൽ അവസാനം വരെ പഠിപ്പിച്ചു തരാൻ ഞങ്ങൾക്ക് ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. വിചാരിക്കാറില്ലേ? തുടക്കം മുതൽ അവസാനം വരെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എല്ലാവരും മനസ്സിലുണ്ടാവുന്ന കാര്യം തന്നെയാണത്. ഞാനൊക്കെ ഉണ്ടാവും. ഈ ഒരു ജനുവരി മാസം പഴയ ജൂൺ മാസമായിരുന്നെങ്കിൽ തുടക്കം മുതൽ പഠിക്കായിരുന്നു മക്കളെ. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബൂസ്റ്റർ ബാച്ചൊക്കെ ഉണ്ട്. ബൂസ്റ്റർ ബാച്ചിൽ ഫസ്റ്റ് മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അത് എപ്പോഴും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. വെറും 499 മാത്രമേ റേറ്റ് ഉള്ളൂ. അത് മറ്റൊരു കാര്യം. അപ്പോൾ തുടക്കം മുതൽ എന്നുള്ളൊരു സംഭവത്തിന് യാതൊരു ഇതുമില്ല. നമ്മളുണ്ട് നിങ്ങൾക്ക് കൂടെ. മക്കളെ, നിങ്ങളുടെ പ്രതീക്ഷയാണ്. നിങ്ങളെന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയാണ്. ആരൊക്കെയോ ചോദിക്കാറുണ്ട്, എൻ്റെ അമ്മക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഏതാണെന്ന് ചോദിക്കാറില്ലേ? എന്നാൽ കേട്ടോ, ഫുൾ മാർക്ക് A+ വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയ മാർക്കാണിത്. എനിക്കാണ് ക്ലാസ്സിലെ ടോപ്പർ, അല്ലെങ്കിൽ ഞാനാണ് ക്ലാസ്സിലെ ടോപ്പർ. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. നിങ്ങൾ ഏറ്റവും വലിയ പൈസ കൊടുത്തിട്ട് 1 ലക്ഷമോ 1 കോടിയോ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താലും നിങ്ങളുടെ അമ്മക്ക് സന്തോഷം വരില്ല, നിങ്ങൾ പഠിക്കാത്തിടത്തോളം കാലം. വലുതായിട്ട് കൊടുക്കുന്ന കാര്യം വേറെ, പക്ഷെ നിങ്ങൾ പഠിച്ച് നല്ലൊരു മാർക്ക് വാങ്ങുന്നതാണ് ഏതൊരു അമ്മക്കും ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കാര്യം. അമ്മയെ സന്തോഷിപ്പിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അത്രക്ക് 10 മാസം ചുമന്നുകൊണ്ട് ചെരിഞ്ഞ് കിടക്കാനോ മലർന്ന് കിടക്കാനോ, ഇങ്ങോട്ട് കിടക്കുമ്പോൾ പ്രയാസം, ഇങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ആ വയറ് വെച്ച് പ്രയാസം, ഇത്രയൊക്കെ പ്രയാസം അനുഭവിച്ചിട്ട് പ്രസവിക്കുമ്പോൾ എത്ര വേദന അനുഭവിച്ചത്, എത്രയോ എല്ലുകൾ പൊട്ടുന്ന വേദനയാണ്. മനസ്സിലാക്കിക്കോ, അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് മക്കളെ. അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ പറ്റുന്നത് മെഗാ നൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഈ വരുന്ന ജനുവരി തിങ്കളാഴ്ച, അതായത് ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ച 7 മണിക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ വരുന്നുണ്ട്. മെഗാ നൈറ്റ് ക്യാമ്പിൻ്റെ കൃത്യമായിട്ട് പഠിപ്പിക്കും. നിങ്ങൾ ചോദിച്ചില്ലേ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ? സാറേ, ഞങ്ങളുണ്ട്. മക്കളെ, നിങ്ങൾ പ്രതീക്ഷിച്ചോ, നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ നൈറ്റ് ക്യാമ്പിന് പോരെ. ഈ നൈറ്റ് ക്യാമ്പ് പോരെ. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഫുൾ A+, മിഷൻ ഫുൾ A+ നൈറ്റ് ക്യാമ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്കും ഇടയിലുണ്ടാവും. ഒന്നും അറിയാതെ പകച്ചു നിൽക്കുന്നവർ, അവർക്കൊരു പിടിവള്ളിയായിട്ട് നമ്മൾ കൂടെയുണ്ട്.
നിങ്ങൾ വന്നാൽ മാത്രം മതി. മറക്കണ്ട. അപ്പം നോട്ടിഫൈ ചെയ്ത് വെക്കുക. ഇപ്പം തന്നെ നമ്മുടെ എല്ലാ ലിങ്കും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇതിലൊക്കെ പിൻ ചെയ്തിട്ടുണ്ട്. കൂടെ ഉണ്ടാ. ഞാൻ കുറച്ചൊരു ഇമോഷണൽ ആയിപ്പോയി. കുറച്ചും കൂടി ഒന്ന് ഞാൻ എന്താ പറയുക അഗ്രസീവായിട്ട് പറഞ്ഞു പോയി. അവസ്ഥ കൊണ്ടാണ് പാരൻസ് അത്രയേറെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൊടുക്കൂല അവർക്ക് A+. കൊടുത്തൂടെ? അതിന് ചെയ്തു തരാൻ പറ്റിയത് ഞങ്ങൾ എല്ലാതും ചെയ്തു തരാം. നിങ്ങൾ കുറച്ചൊന്നും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്തു തന്നാൽ മതി. അപ്പോൾ മറക്കണ്ട, ജനുവരി 20-ാം തീയതി മറക്കണ്ട 7 മണി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് മനസ്സിലായി. എനിക്ക് കിട്ടണില്ല. പാരൻസിനെ ആലോചിച്ചു. എന്തായാലും വരണം. നമ്മൾ നൈറ്റ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ച കൃത്യം 7 മണി.